ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവോ 125 നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഓവർഫ്ലോ കംപ്ലയിൻ്റ് ആണ്. പെട്രോൾ ഓവർഫ്ലോ, വേറെ വർക്കുകളൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് വണ്ടിക്ക് നല്ല രീതിയിൽ മിസ്സിങ് കാണിക്കുന്നുണ്ടായിരുന്നു. ഈ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റും മിസ്സിങ്ങും കാർബറേറ്ററുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ്. ഇത് ഒരു പ്രാവശ്യം കഴിച്ച് പണിതേക്കണതാണ്, എവിടെ ചെയ്തിട്ടുണ്ട്. ഓവർഫ്ലോയ്ക്ക് സാധാരണ ചെയ്യുന്ന പോലെ അതിനേക്കാളും കുറേ കൂടി അഡ്വാൻസ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. പ്ലേറ്റൊക്കെ വെച്ചിട്ട് ഫ്ലോട്ട് വാൽവൊക്കെ സെറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ അത് പോസിബിൾ അല്ല. നിലവിൽ പ്രശ്നം വേറെ ഒന്നുമല്ല, ഇപ്പോൾ ചെയ്ത ആളുടെ പ്രശ്നമോ വേറെ കംപ്ലയിൻ്റ് ഒന്നുമല്ല. ഇപ്പോഴത്തെ പെട്രോളിൻ്റെ കംപ്ലയിൻ്റാണ്. E20 എന്ന് പറയുന്ന പെട്രോളാണ് പ്രശ്നക്കാരൻ. അപ്പോൾ അതിൻ്റെ കംപ്ലയിൻ്റ് കൊണ്ടാണ് ഈ പ്രോബ്ലം വന്നേക്കണേ. ഇപ്പം നിലവിൽ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് മാറണമെന്നുണ്ടെങ്കിൽ ഈ കാർബറേറ്റർ അസംബ്ലി മാറ്റി പുതിയത് വെക്കണം. പുതിയ കാർബറേറ്റർ വെച്ചാലും നമുക്ക് ഒരു ഗ്യാരണ്ടിയും പറയാൻ പറ്റില്ല. അപ്പോൾ പുതിയ കാർബറേറ്റർ നമ്മൾ മേടിച്ച് വെക്കാം, പക്ഷേ ആ വെക്കണ കാർബറേറ്ററിന് ഗ്യാരണ്ടി നിലവിൽ കിട്ടില്ല. ഗ്യാരണ്ടി വാറണ്ടി കിട്ടില്ല. പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത 90%. അതുകൊണ്ട് തന്നെ ഒരു കമ്പനിയും വാറണ്ടി കൊടുക്കണില്ല കേട്ടോ. അപ്പോൾ നിലവിൽ നമ്മുടെ കംപ്ലയിൻറ്റ് മാറണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് മാറ്റണം, കാർബറേറ്റർ അസംബ്ലി മാറ്റിയിടണം. പെട്രോൾ പൈപ്പ് നിലവിൽ നമുക്ക് ഇത് തന്നെ ഇട്ടാലും മതി, കുഴപ്പമില്ല. കാർബറേറ്റർ അസംബ്ലി എന്തെങ്കിലും മാറ്റി കളയണം കേട്ടോ, എന്നാലാണ് ആ കംപ്ലയിൻറ്റ് മാറുള്ളൂ. മിസ്സിങ്ങും ഉണ്ട്, ഓവർഫ്ലോ ഉണ്ട്. ഇതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മൾ 2 ദിവസമൊക്കെ ഉപയോഗിക്കാണ്ടിരുന്നാൽ പോലും 3-ാമത്തെ ദിവസം ചിലപ്പോൾ കംപ്ലയിൻ്റ് ആയിരിക്കും. ചിലത് പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരും. ഇപ്പോൾ കാർബറേറ്റർ അസംബ്ലി പുതിയത് വെച്ചിട്ട് 2-3 ആഴ്ചയ്ക്കുള്ളിൽ കംപ്ലയിൻറ്റ് വന്നേക്കണതുണ്ട്. 5-6 മാസം കഴിഞ്ഞിട്ട് കംപ്ലയിൻറ്റ് വന്നേക്കുന്ന വണ്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ കംപ്ലയിൻറ്റ്സൊക്കെ വരും. നമ്മളിപ്പോൾ പുതിയ കാർബറേറ്റർ വെച്ചു എന്ന് കരുതി ഈ കംപ്ലയിൻറ്റ് 100% ഒന്നും മാറാൻ പോണില്ല. പക്ഷേ ഇപ്പോൾ ഉള്ള കംപ്ലയിൻറ്റ് മാറും. പിന്നെ നമ്മുടെ ഉപയോഗം അനുസരിച്ചിട്ട് ഓട്ടം കുറവാണെങ്കിൽ കംപ്ലയിൻറ്റ് പിന്നീട് വരാനുള്ള സാധ്യത കൂടുതലാണ്, പെട്ടെന്ന് വരും. ചിലത് നല്ല രീതിയിൽ അത്യാവശ്യം ഡെയിലിയൊക്കെ യൂസേജ് ഉണ്ടെങ്കിൽ വരാൻ കുറച്ച് ഡിലേ ആവും, കുറച്ച് താമസം വരുമെന്നുള്ളൂ. ഇതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോൾ കാർബറേറ്റർ അസംബ്ലി മേടിച്ച് ഫിറ്റ് ചെയ്യണു, നമുക്ക് അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. കമ്പനിക്ക് നല്ല പ്രോഡക്റ്റ് ഉണ്ടാക്കി തരുന്നു. കമ്പനി സാധനം തന്നെ അവർ ആദ്യമേ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഐറ്റം തന്നെയാണ് നമുക്ക് സെയിലായിട്ട്, വണ്ടിയുമ്പോൾ വന്ന സാധനം തന്നെയാണ് നമുക്ക് സ്പെയറായിട്ട് തരുന്നത്. അപ്പോൾ കമ്പനീനെയും കുറ്റം പറയാൻ പറ്റില്ല. ഈ പെട്രോൾ ഉപയോഗിക്കുമ്പോൾ വന്ന മിസ്റ്റേക്ക് നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു രക്ഷയില്ല. ഇതിപ്പോൾ ഞങ്ങളും ഈ കംപ്ലയിൻറ്റ് കൊണ്ട് പൊറുതി മുട്ടിയേക്കാണ്. അപ്പോൾ കാർബറേറ്റർ അസംബ്ലി മാറ്റി വെച്ചതാണ്, അതിനുശേഷം വീണ്ടും ഓവർഫ്ലോ ആണ്. ചെയ്ത വർക്ക് ശരിയായിട്ടില്ല എന്നൊന്നും നമ്മളെ പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. ഇതൊക്കെ അറിഞ്ഞിട്ട് വേണം ഫിറ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ള കേസ് പെർമിഷൻ തരാനായിട്ട്. ഞാൻ എൻ്റെ വീഡിയോ അയച്ചു തരാം, അതിന് ശേഷം റിപ്ലൈ ഇട്ടാൽ മതി. ഇത് കൃത്യമായിട്ട് ഇതൊക്കെ അറിഞ്ഞിട്ട് വേണം നമുക്ക് പെർമിഷൻ തരാനായിട്ട് കേട്ടോ. കംപ്ലയിൻറ്റ് 100% മാറുമെന്നൊന്നും ഒരിക്കലും ഞാൻ പറയില്ല. ഇന്നുണ്ടാവില്ല, എന്തേലും ചിലപ്പോൾ നമ്മുടെ ഉപയോഗം പോലെ ഇരിക്കും, ഭാഗ്യം പോലെയൊക്കെ ഇരിക്കും. ഇത് അറിഞ്ഞിട്ട് നമ്മളോട് പറയാം മാറ്റണോ വേണ്ടേ എന്നുള്ള കേസ്. നമ്മുടെ അടുത്ത് വന്ന് ഒച്ചപ്പാടുണ്ടാക്കിയിട്ടോ ബഹളം ഉണ്ടാക്കിയിട്ടോ പൈസ മുടക്കിയ കേസ് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഞാൻ ഈ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ എന്നും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഈ പറയുന്നത് കേട്ടോ, നിങ്ങളെ കുറ്റം പറഞ്ഞതല്ല. അപ്പോൾ ഇതൊക്കെ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടുക. ഞാനിപ്പോൾ നിലവിൽ കാർബറേറ്റർ അസംബ്ലി വെക്കുമ്പോൾ നമുക്ക് എത്ര ചിലവ് വരുമെന്ന് നോക്കിയിട്ട് എൻ്റെ എസ്റ്റിമേറ്റ് ഞാൻ പറയാം. കാർബറേറ്റർ അസംബ്ലിയുടെ ഒക്കെ പിന്നെ ഇതും ഇരിക്കുന്നത് ഈ ഇരിക്കണ എയർ ഫിൽറ്ററൊക്കെ പുതിയതാണ്, പക്ഷേ ഡ്യൂപ്ലിക്കേറ്റാണ് ഇതും ഇരിക്കുന്നത് കേട്ടോ. നമ്മളിപ്പോൾ വെക്കുന്നത് കാർബറേറ്റർ അസംബ്ലി മാത്രമാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കാണാം, കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. ഓക്കെ.